ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കേസും ജയിക്കാത്ത തനിക്ക് വക്കാലത്ത് തന്ന കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടായെന്നറിയോ? എന്ത് ചെയ്യാനാ മേനെ, നിങ്ങളുടെ എല്ലാ കേസിലും ന്യായം മറുഭാഗത്തല്ലായിരുന്നോ? എങ്കിലത് കേസിന് പോകുമ്പോ താൻ പറയണ്ടേ? ഇത് നല്ല തമാശ. അത് ജഡ്ജിക്കല്ലേ അറിയാൻ പറ്റൂ. ഇത്രയും കേസുകൾ നടത്തിയിട്ടും എന്റെ മേനെ കോടതിയുടെ നടപടിക്രമങ്ങൾ തനിക്ക് അറിഞ്ഞൂടെ? കഷ്ടം. എടോ, ഇതുപോലെ താൻ ആ കോടതിയിലൊന്ന് വാദിച്ചിരുന്നെങ്കിൽ എന്റെ എത്ര കേസ് ജയിച്ചാന്. ഓ, ജയിക്കും ജയിക്കും. തന്നെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാ ഈ മരങ്ങോടനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ടി വന്നത്. ഓ, ഇല്ലെങ്കിൽ കളക്ടർ വന്നേനെ. മൂത്ത് അരച്ച് മൂക്കിന്ന് പല്ല് പറങ്ങിന്റെ ഒഴിയാച്ചരക്കിന് സന്തോഷത്തോടെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച എന്നോട് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? വക്കീലിനേക്കാളും വലിയ വാദക്കാരനാണല്ലോ ഗുമസ്തൻ. ഒരുപാട് കേസും അന്യായങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്ടിലേക്ക് അല്പസ്വല്പം നിയമവ്യവഹാരങ്ങളൊക്കെ വിവരമുള്ള ഒരുത്തം പിയാപ്പിളായിക്കോട്ടെ എന്നല്ലേ നമ്മൾ കരുതിയേ. ഒരു പുയ്യാപ്പിള. ഞാൻ വരച്ചേടോ. ഹായ്, ഐ എം ദീപ ഫ്രം മുംബൈ. ഐ ആം കോയിമല വീരാങ്കോയ, ഫേമസ് ലോയർ ഇൻ ദ സിറ്റി. ഓഹോ, താനാണോ ഈ സിറ്റി മാൻ? നെഹ്റു ഇങ്ങോട്ട് വന്നോ? നെഹ്റു? അതാര്? ആ, നമ്മുടെ ഗാന്ധിജി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, ജവഹരക്കുറുപ്പ്. അയാൾ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയി കിടക്കാച്ചേ? ആ അങ്കിൾ, എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. സമയമുള്ളപ്പോ ഒന്ന് വാദിച്ചു തരണം. ധൈര്യമായിട്ട് കൊടുത്തോളൂ, അടിച്ച് നിരപ്പാക്കി കൈ തരും. എന്നെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്താതെ. ഓക്കെ അങ്കിൾ, താങ്ക്സ്. ഹായ് അങ്കിൾ. നോ, ജവഹർ. സ്വീറ്റ് നെഹ്റു. പ്ലീസ് സിറ്റ് ആൻഡ് ബി സീറ്റഡ്. വക്കീലെ, ആ കേസ് പ്രസിഡന്റ് ഏറ്റെടുത്തു. നെഹ്റു, എന്നെ മറിച്ച് താഴെയിടല്ലേ? നെഹ്റു അല്ല ദീപം, ജവഹർ. എന്തിനാ വലിയ മനുഷ്യന്റെ പേര് ചീത്തയാക്കുന്നത്? ജവഹർ, എന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവോ? കൊണ്ടുപോവാം, എന്നോട് സമയവും സന്ദർഭവും വരട്ടെ. അതാ കൊണ്ടുപോയാൽ തന്നെ നീ തനിയെ തിരിച്ചു വരേണ്ടി വരും. കൊണ്ടുപോകുന്നത് പോലെ തിരികെ കൊണ്ട് വിട്ടാലെന്താ? ജീവനോടെ എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വേണ്ടേ നിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ? സൈക്കിൾ കയറ്. തൽക്കാലം നമുക്ക് വീടിന്റെ കാര്യം മറക്കാം. ആട്ടുതൊട്ടിലിന്റെ കാര്യം ഓർമ്മിക്കാം. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാളുങ്ക് കവിൾത്തടങ്ങൾ തുള്ളി തുകച്ചു ശലഭമായി ഞാൻ. കാന്തികൾ മഴയിൽ തുടർന്ന് ആറ്റട ഓടിക്കേ. എന്താ വേടാ ഇതൊക്കെ? എന്റെ വീട്ടിലൊരു കണക്ഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ തന്നില്ല കേട്ടോ. അത്ര കേടാ നിന്റെയൊക്കെ അഹങ്കാരം. എന്റെ ദീപ ഒരു കണക്ഷൻ ചോദിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ മേലടാ. അല്ല പ്രസിഡന്റ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ ഒരു ന്യായവും പറയണ്ട. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ അധർമ്മം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. തകർക്കും ഞാൻ എല്ലാത്തിനും. നിന്നെയൊക്കെ കേബിളിയാ മലിച്ചിടും കേട്ടടാ. മനസ്സിലായോ നിനക്ക്? നോക്കി നിൽക്കാതെ ജീപ്പ് ദീപത്തിന്റെ വീട്ടിലേക്ക് വിടടാ. കണക്ഷൻ കൊടുക്കടാ. ഓടാ അഥവാ സ്റ്റാർട്ട് ചെയ്. എല്ലാം എന്റെ ദീപത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സൈക്കിൾ? ഓ, സൈക്കിളിന് നോക്കണ്ട, നമുക്ക് നടക്കാം. ശരി. അല്ല, ചേട്ടൻ നടന്നു വന്നോ? ദീപം. ബൈ ബൈ. ചാരിത്തെങ്ങും നിന്നവൻ കൊണ്ടും പെണ്ണും പോയി. എന്റെ മോളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. എനിക്ക് ഈ ടി വി കാണുന്ന സ്വഭാവമേ ഇല്ല. ഒരു കണക്കിന് നന്നായി. അല്ലേ പിഴച്ചു പോയനെ. എന്തെല്ലാം തോന്നിയാസങ്ങളാ പടച്ചു വിടുന്നത്. മോളെവിടെ? അവൾ അവരോടൊപ്പം കൂടിയിരിക്കുക. ഇവന്മാരോട് എന്തെടുക്കുക? ഒരു കണക്ഷൻ കൊടുക്കുക. ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് പോവാ. ചേട്ടാ അങ്ങോട്ട് വരരുത്. ഉത്തമ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ക്ഷീണം തീർക്കാൻ കയറിയതാ. എന്ത് പോക്കരത്തരമാണ് നീ കാണിച്ചത്? ചോദിക്കാനും പറയാനും ഞാൻ ഇല്ലെന്ന് കരുതിയോ? കൊച്ചുകുട്ടിയല്ലേ? നിന്റെ അപ്പൻ ഇവനെ ചാക്കിലാക്കേണ്ടി വരുമെന്ന്. Don't touch her, otherwise एक स्त्री पिरानु की कहानी आएगा. കയ്യെടുക്ക. You go now. Please don't touch. You know. Come on, baby. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരെങ്കിലും വന്നോളാം. ശരി. നന്നായിട്ട് പണി അറിയാവുന്നവൻ ഞാനായതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇറങ്ങാൻ പ്രസിഡന്റ്. എന്തായാലും നേരെ ഇത്ര ആയില്ലേ, എല്ലാവർക്കും ഉണ്ടിട്ട് പോവാം. വേണ്ട, പിന്നീട് ഒരു ദിവസം ആവാം അല്ലേ?
ശരിയാ ശരിയാ, ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന്. ഇനി ഒരിക്കലാകാം, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ നാളെ എല്ലാരും ഇങ്ങ് വന്നോളൂ. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അത്താഴ വരുന്ന് ഇവിടെ ആയിക്കോട്ടെ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. കാലയെ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കി തരാം. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ശുക്രിയ ഭയ്യ. അതെ അതെ. എന്താണ് അവള് പറഞ്ഞത്? ഇത്രയും വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ക്ഷമിക്കണം, ഒത്തിരി ഉറങ്ങിപ്പോയതുകൊണ്ട് അല്പം വൈകിപ്പോയി. കുന്നായ്മകൾ നിറഞ്ഞ കുന്നത്തൂർ ഗ്രാമത്തിലേക്കും ഇരുളടഞ്ഞ എന്റെ ഹൃദയത്തിലേക്കും ഒരു ദീപനാളം പോലെ കടന്നു വന്ന ദീപ, നിന്നെ ഞാൻ ജന്മദിന ആശംസകൾ കൊണ്ട് വാരി മൂടിക്കോട്ടെ, കൊടുക്കടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ദീപം. ഇയാൾ കുളമാക്കാൻ പോകുന്നെന്നാ തോന്നുന്നത്. മിസ് ദീപ, ഇനിയുള്ള നിന്റെ ഓരോ ജന്മനാളുകളും ഈ കുന്നത്തൂർ ഗ്രാമത്തിൽ വെച്ച് എന്നോടൊപ്പം ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അനുഗ്രഹിച്ചാലും അനുവദിച്ചാലും. ഇനി വൈകിക്കണ്ട, ആഘോഷങ്ങൾ തുടങ്ങാം. ആദ്യമായി എന്റെ ഒരു പാട്ട് കളിവീ. സാഹസമൊന്നും കാണിക്കണ്ട, പാടാൻ സ്തുതി ഉണ്ടല്ലോ. ഏയ്, എനിക്ക് നല്ല സുഖമില്ല. പ്രസിഡന്റ് പാടട്ടെ. ഏയ് പാട് സുധി പ്ലീസ്. പാടുവനെ, നല്ല ടെറിബിൾ ആയിട്ടൊരെണ്ണം പാടൂ. കൂടെ പാടുന്നാരും ഞാനേറ്റ്. ഹായ്. ദീപ, അരുത്. എന്തായി കാണിക്കുന്നത്? ബോർഡ് കണ്ടില്ലേ? തൊട്ടാൽ എന്താ? ഇത് തീർത്ഥമാ, വെറും തീർത്ഥമല്ല. ദേവിയുടെ കണ്ണീരാണിത്. ഒരിക്കലും പറ്റാത്ത കണ്ണീരിന്റെ തീർത്ഥം. ദേവി എന്തിനാ കരയുന്നത്? അതൊരു കഥയാ. ചിലമ്പ് മോഷ്ടിച്ചെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കോവിലൻ കൊല്ലപ്പെട്ടപ്പോൾ രോഷത്താൽ പതിവ്രതയായ കണ്ണകി മധുരാപുരി ചുട്ടരിച്ച കഥ. ദേവി ശാന്തരോഷയായി ഇവിടെ വന്നാ കുടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണീരുമായി ഇവിടെ വരുന്നവരുടെ വേദനകൾ ദേവി ഒപ്പിയെടുക്കും. മിസ്സസ് ജവഹർ, ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് മാറണോ? താൻ ഇതിനാ ഇതിനകത്ത് കയറിയത്? കാതാകട ചകത്തിൽ നിങ്ങൾ എന്തെടുക്കാം മനുഷ്യനെ? തുറന്നില്ലെങ്കിൽ ഇടിച്ച് ഞാൻ വാതിൽ തുറക്കും. എന്റെ ഭഗവതി, ഈ മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു. ചുമ്മാതിരിക്കും മനുഷ്യ. തനിക്ക് എന്താടോ നാണം വരുന്നോ? വരുന്നെങ്കി വീട്ടിൽ പോടോ. പോടോ. ഞാൻ താഴെ കാണും. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കാൻ തോന്നുന്നു. ആർക്കാണേലും ഭ്രാന്ത് പിടിച്ചു പോകുമടി. വൈകി വന്ന വസന്തമല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ വിടർന്ന് കുതിർന്ന്. എന്ത് വേഷമാണോ? പേരിനെ അന്വർത്ഥമാക്കുന്ന വേഷം. എന്റെ ദീപുവിന്റെ സങ്കല്പത്തിലെ നെഹ്റു, ചാച്ചു നെഹ്റു. ചാച്ചു നെഹ്റു എന്ന് പറഞ്ഞാൽ നെഹ്റു കിടക്കും. ചാച്ച നെഹ്റു. ചാച്ച നെഹ്റു എങ്കിൽ ചാച്ച നെഹ്റു. ദീപപോലെ, ഇതാണ് സുധിയുടെ ബാബ. ബാബ? ബാബ അച്ഛൻ. ഓ, നമസ്തേ അങ്കിൾ. നെഞ്ചത്തോട്ട് ചേർത്ത് കുത്തിക്കോളും എന്നെ. നല്ല ഭംഗിയുണ്ടാവും. കേട്ടിട്ടില്ലേ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ. ഏതാടോ ഈ കേസ് കിട്ട്? പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ദേവിയെ തൊഴാൻ വന്ന കുറച്ചാൾ ഇവിടെ ഉണ്ടാവും. ഞാനാണ് രക്ഷകർത്താവ്. അങ്ങനെയൊന്നുമില്ല തന്നെ. വയസ്സാം കാലത്തൊരു ചുറ്റിക്കളി.
അകത്താരും കാണുന്നില്ലല്ലോ അങ്കിൾ. എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുക. സുതിയോ? സുതിയും കൂടെ ഉണ്ട്. ഇവളെന്തിനാ സുതി അന്വേഷിക്കുന്നത്? ഇതിലാരാ നന്ദിനിക്കുട്ടി? ഗോപികൃഷ്ണന്റെ അനിയത്തി. ഞാനാ. അപ്പൊ ഇത് സുഭദ്ര. അച്ഛനും അമ്മയുടെ? അച്ഛാ. ശശി, കഴകക്കാരൻ. എന്താ മോളെ? ആരാ? എവിടുന്നാ? എന്നെ മനസ്സിലായില്ലേ? യതീന്ദ്രൻ. ഗോപികൃഷ്ണനോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് തിരുവാതിരയായിരുന്നു. തിരുവാതിരപ്പുഴുക്കിന്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഞാനും ഗോപികൃഷ്ണനും എന്തുമാത്രം കഴിച്ചത്. അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തന്നത്. അച്ഛനും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് ഈ മുറ്റത്ത് കത്തിച്ചു വെച്ച വലിയ നിലവിളക്കിന് ചുറ്റും നന്ദിനിക്കുട്ടിയും ഈ സുഭദ്രയും തിരുവാതിര കളിച്ചത്, ശശി പാടിയത്, ഒടുവിൽ ഗോപികൃഷ്ണനും അവരുടെ കൂട്ടത്തിലിറങ്ങി തിരുവാതിര കളിച്ചതൊക്കെ. ഒരു സന്ധ്യയ്ക്കാണ് ഞങ്ങൾ വന്നത്. വെളുക്ക് മുമ്പ് പോവുകയും ചെയ്തു. അന്നത്തെ തിരക്കിനിടയിൽ ചിലപ്പോൾ ഓർക്കാൻ വഴിയില്ല. ഗോപികൃഷ്ണന്റെ കൂടെ ആരൊക്കെയോ ഇവിടെ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഓർമ്മ കിട്ടുന്നില്ല. വരൂ, അകത്തേക്ക് ഇരിക്കാം. എന്താ, അകത്തേക്ക് വരൂ. അച്ഛാ, ഞാൻ വന്നത് ഗോപീഷിന്റെ ചിതാഭസ്മം. സുമതി, അയ്യോ അച്ഛാ, ഞാനിങ്ങനെ വഴി തെറ്റി വന്നതാണ്. വഴി തെറ്റിയല്ലേ? ഇന്ന് നിന്റെ കത്ത ഞാൻ കഴിക്കും. കുറെ നാളായി നീ മരുമോൻ ഒറ്റ വീശി വെച്ചെന്നാലുണ്ടല്ലോ രണ്ടായി പോവും. നിനക്ക് നാണമില്ലടെ തെണ്ടി മതിലിയാടാൻ. സ്വന്തം ഭാര്യയെ കാണാൻ ഒളിച്ചും പതുങ്ങിയും എത്ര കാലോടെ ഇങ്ങനെ വരാൻ പറ്റുന്നേ? തറവാട്ടി കയറ്റാൻ കൊള്ളാത്ത ചെറ്റ. സൂക്ഷിച്ച് സംസാരിക്കാം. രാത്രി എനിക്ക് പേടിയാവും. ഇങ്ങോട്ട് വന്നപ്പോ നിന്റെ പേടി എവിടെയായിരുന്നു? അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അയ്യടാ, നിന്ന് ചുറ്റിക്കളിക്കാതെ വേഗം സ്ഥലം വിട്ടോ. ഈ രാത്രിയിലാ ഇറങ്ങിയോട്ട മരുമോനെ. രാത്രി എന്നെ കണ്ടാൽ ആരെങ്കിലും പേടിക്കൂല. എടാ, നിന്നെ പകല് കണ്ടാൽ ആരും പേടിച്ചു പോവും. മരുമോനെ.